ഹായ് വെൽക്കം ടു എൻട്രി ഫ്ലൈ. എൻ്റെ പേര് നിയോ എന്നായിരുന്നു. ഞാൻ യു കെയുടെ സീനിയർ കൗൺസിലറായിരുന്നു. സോ ഞാൻ ജസ്റ്റ് ഇവിടെ പറയാൻ പോകുന്നത് വെച്ചാൽ യു കെയിലോട്ട് ഒരുപാട് പിള്ളേർ പഠിക്കാനുള്ള കാര്യങ്ങൾക്കായിട്ട് പോകുന്നുണ്ട്. സോ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ്, അത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽസ് അല്ല, ബേസിക് ആയിട്ട് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഞാൻ പറഞ്ഞു തരാനായിട്ടായിരുന്നു ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ യു കെ എന്താണെന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അറിയേണ്ടത്. യു കെ എന്ന് പറയുമ്പോഴത്തേക്ക് 4 രാജ്യങ്ങൾ കൂടുന്നതാണ്. ഏറ്റവും മുകളിൽ വരുന്നത് സ്കോട്ട്ലൻഡ്, പിന്നെ അടിയിലായിട്ട് ഇംഗ്ലണ്ട്, പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് വെയിൽസും, പിന്നെ നോർത്തേൺ അയർലൻഡും. അയർലൻഡിൻ്റെ നോർത്തേൺ പാർട്ട് യു കെയുടെ അണ്ടറിൽ വരുന്നതാണ്. ഇതെല്ലാം കൂടെ ഒരൊറ്റ സിംഗിൾ ഗവർണൻസിൻ്റെ അണ്ടറിൽ വരുന്നതിനെയാണ് യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നൊരു സ്ഥലം. ലണ്ടൻ ഫോക്കസ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. കാരണം ലണ്ടനിലാണ് എല്ലാം ഉള്ളത് എന്നുള്ള കേട്ടറിവ് കാരണം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ സിറ്റീസിൻ്റെ ആയിട്ടുള്ള ഒരു സ്ലൈഡ് എടുത്തേക്കുന്നത്. സിറ്റീസിൽ മേജർ സിറ്റീസ്, ഹാപ്പനിങ് ആയിട്ടുള്ള സിറ്റീസ് ഒരുപാടുണ്ട് യു കെ. യു കെയിൽ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, ഈ ലണ്ടൻ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത്, ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ ആയിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ കമ്പനീസ് ഉള്ളത് എന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. ശരിയാണ്, ലണ്ടൻ ആക്ച്വലി ഒരു ബിഗ് ആൻഡ് ഹാപ്പനിങ് ആയിട്ടുള്ള സിറ്റിയാണ്. ബട്ട് അത് കൂടാതെ ബർമിംഗം, ഗ്ലാസ്ഗോ, മാഞ്ചസ്റ്റർ, ലിവർപൂൾ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെയും നല്ല നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതെല്ലാം വലിയ വലിയ ഹാപ്പനിങ് ആയിട്ടുള്ള സിറ്റീസാണ്. ഔട്ട്സ്കേർട്സ് അല്ല. ഒരുപാട് ഔട്ട്സ്കേർട്സ് വേറെ കുറേ സ്ഥലങ്ങളുണ്ട്, അവിടെയൊന്നും നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ലാതെയും പോകുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ആക്ച്വലി ഹാപ്പനിങ് ആയിട്ടുള്ള കുറേ സിറ്റീസാണ്. ഈ സിറ്റീസിൻ്റെ പേരാണ് ഞാൻ ഈ ആക്ച്വലി കൊടുത്തേക്കുന്നത്. ഇനി കുറച്ച് റീസൺസ് ടു സ്റ്റഡി, എന്തുകൊണ്ട് നമ്മൾ യു കെ തിരഞ്ഞെടുക്കണം എന്നുള്ളതിൻ്റെ കുറച്ച് റീസൺസ് ടു സ്റ്റഡി ഞാൻ എന്തായാലും ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് ഫസ്റ്റ് റീസൺ ടു സ്റ്റഡി ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. ലോകം മൊത്തം അറിയുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റികൾ അടങ്ങുന്ന ഒരു സ്ഥലമാണ്. ആൻഡ് യു കെ ഈസ് നോൺ ഫോർ ഇറ്റ്സ് ഹൈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. സോ അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക, ഒരു ഗ്ലോബൽ അക്രഡേഷൻ, ഗ്ലോബൽ വാല്യൂ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആവുന്ന ഒരു ഏരിയയും ഒരു സ്ഥലവുമാണ് ഈ യുണൈറ്റഡ് കിങ്ഡം മൊത്തത്തിൽ വരുമ്പോഴത്തേക്കും. അതിനകത്ത് 2 തരത്തിലുള്ള യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്. ഒന്ന് നോർമൽ യൂണിവേഴ്സിറ്റീസും വരുന്നുണ്ട്, അത് കൂടാതെ റസൽ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റീസും വരുന്നുണ്ട്. ദോസ് ആർ ദ ബിഗ് ഷോട്ട്സ്, വലിയ വലിയ മാർക്കുകളും ഒരുപാട് ഓപ്പർച്യൂണിറ്റി. നമ്മുടെ നാട്ടിൽ IIT, IIM ഒക്കെ പോലെ വലിയ വലിയ യൂണിവേഴ്സിറ്റികളാണ് ഈ റസൽ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റീസ് പറയുന്നത്. പിന്നെ പ്രൊഫഷണൽ എക്സലൻസ്, അതായത് വലിയ വലിയ കമ്പനികളുടെ ഹബ്ബ്, അതായത് സേ ഫോർ ഇഫ് ഒരു IT കമ്പനി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹബ്ബ് യു കെയിലുണ്ടാവും. ബിക്കോസ് ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് യു കെ പ്രൊവൈഡ്സ് ഇസ് ആക്ച്വലി കമ്പാരിറ്റീവ്ലി ഹയർ ദൻ വാട്ട് കുഡ് ബി പ്രൊവൈഡഡ് ഫ്രം അതർ കൺട്രീസ്. സോ വലിയ വലിയ കമ്പനികളുടെ ഹബ്ബ് എന്തായാലും യു കെയിലുണ്ടാവും. ദ തേർഡ് തിങ്, സ്റ്റേ ബാക്ക് ഓപ്ഷൻസ്. ഇപ്പോൾ യു കെയിൽ പോയി കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഏതൊരു സ്റ്റുഡൻസിനും ഒരു 2 ഇയർ സ്റ്റേ ബാക്ക് കിട്ടും. ബി ഇറ്റ് UG ഓർ PG, ഏത് കോഴ്സാണെന്നുണ്ടെങ്കിൽ അവർക്ക് 2 ഇയർ സ്റ്റേ ബാക്ക് കമ്പൽസറി ആയിട്ട് ലഭിക്കുന്നതാണ്. അതും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് വൈ ടു സ്റ്റഡി ഇൻ ദ യു കെ എന്നുള്ള ചോദ്യത്തിനിട്ട് വരുന്നത്. തേർഡ് തിങ്, IELTS വേവർ. മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും ഇംഗ്ലീഷ് സ്പീക്കിംഗ് എന്നുള്ള സാധനം മാൻഡേറ്ററി ആയിട്ട് ഒരു പ്രൊഫഷൻസി ഒരു ലെറ്റർ പാഡിൽ കാണിക്കുന്നത് പോലെ ഒരു IELTS എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ കയറി പോകാൻ പറ്റുള്ളൂ. ബട്ട് യു കെ ഓൺ ദി അതർ ഹാൻഡ് നമുക്ക് ഒരുപാട് വേരിയസ് റൂട്ട്സ് ത്രൂ നമുക്ക് IELTS വേവർ കിട്ടി നമുക്ക് യു കെയിലോട്ട് പോകാനുള്ള കാര്യങ്ങൾക്കായിട്ട് നമുക്ക് സാധിക്കാൻ പറ്റും. തേർഡ് തിങ്, ഷോർട്ട് ഡ്യൂറേഷൻ. നമ്മുടെ നാട്ടിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി എന്ന് പറയുന്നത് എടുക്കുന്നതിലും എന്താ പറയുക, ഒരു 2 ഇയേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ MB ആണെന്നുണ്ടെങ്കിൽ അത് 2 ഇയേഴ്സ് വരുന്നുണ്ട്. ഈ 2 ഇയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റഡി മാത്രം ഫോക്കസ് ചെയ്ത് നോക്കുന്നൊരു 2 ഇയേഴ്സ് ആയിരിക്കും. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് യു കെയിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അത് 1 ഇയറിൽ തീരും. ഈ 1 ഇയർ എന്ന് പറയുന്നതും നമ്മുടെ നാട്ടിലെ പോലെ ഈ 5 ദിവസം ക്ലാസ്, 5 ദിവസത്തിൽ 6 മണിക്കൂർ വീതം ക്ലാസ് അങ്ങനെയൊന്നും ആയിരിക്കില്ല. നമ്മൾ ചിലപ്പോൾ ഒരു ആഴ്ചയിൽ 3 ദിവസം 4 ദിവസമൊക്കെ മാക്സിമം ക്ലാസ്സുകൾ ഉണ്ടാവുള്ളൂ. അതിന് ഇത്രയത്തായിട്ട് അവേഴ്സ് ആയിരിക്കും. നമ്മൾ എന്ത് മോഡ്യൂൾസ് ആണോ പഠിക്കാൻ പോകുന്നത്, ആ മോഡ്യൂൾസ് എന്താണോ അത് മാത്രം നമുക്ക് പ്രൊഫസേഴ്സ് പഠിപ്പിച്ചു തരും. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രൊഫസേഴ്സ് നമുക്ക് മാറ്റിത്തരുകയും ചെയ്യും. സോ ദാറ്റ് അക്കൗണ്ട്സ് ടു നമുക്ക് സ്റ്റഡീസ് മാത്രമാണോ അതോ വർക്കിൻ്റെ പിന്നെ എന്തെങ്കിലും ഇൻറ്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് നീങ്ങാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഓൾസോ ആൻ അഡഡ് അഡ്വാൻറ്റേജ്, ഡ്യൂറേഷൻ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും. പിന്നെ മൾട്ടിപ്പിൾ ഇൻടേക്സ്. ചില സ്റ്റുഡൻസിന് സെപ്റ്റംബർ ഇൻടേക്കിലേക്കായിരിക്കും പോകാനായിട്ടുള്ള താല്പര്യം വരുന്നത്, ചില സ്റ്റുഡൻസിന് മെയ് ഇൻടേക്കിലേക്കായിരിക്കും, ചില സ്റ്റുഡൻസിന് ജാനുവരി ഇൻടേക്കിലായിരിക്കും. ഈ മൾട്ടിപ്പിൾ ഇൻടേക്സിന് ഫ്ലെക്സിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് നമുക്ക് യു കെ കുറച്ചും കൂടെ നമുക്ക് സമയം കളയാതെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ആഡ് ഓൺ ചെയ്ത് കയറി പോകാൻ പറ്റുന്നത്. പിന്നെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ഫ്ലെക്സിബിലിറ്റി യു കെയിൽ വരുന്നതിൽ വൺ ഓഫ് ദ മേജർ അഡ്വാൻറ്റേജസ് നമ്മളുടെ IELTS വേവർ, പിന്നെ മൾട്ടിപ്പിൾ ഇൻടേക്സ്, പിന്നെ നമുക്ക് ഒരുപാട് വെരിഫിക്കേഷൻ പ്രോസസ്സൊന്നും വരാത്ത രീതിയിലുള്ള വിസ പ്രോസസ്സിങ്, ഇങ്ങനത്തെ ഒരുപാട് ഫ്ലെക്സിബിലിറ്റി തരുന്നൊരു സ്ഥലമാണ് യു കെയിലോട്ടുള്ള, അതുപോലെ പ്രോസസ്സാണ് യു കെയിലോട്ടുള്ള പ്രോസസ്സ് വരുന്നത്. 4മത്തത് പാർട്ട് ടൈം വർക്ക്.
അവിടെ പോകുന്ന ഒട്ടുമിക്ക സ്റ്റുഡൻസും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്റ്റഡീസിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ 4 ദിവസമൊക്കെ നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാവുള്ളൂ. ബാക്കി ഡ്യൂറേഷനിൽ അവർ ചിലപ്പോൾ പാർട്ട് ടൈം ജോബ് ചെയ്തായിരിക്കും അവരുടേതായിട്ടുള്ള നീഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കുന്നത്. സോ അതും ഒരു ആഡഡ് അഡ്വാൻറ്റേജാണ് നമുക്ക് പാർട്ട് ടൈം ജോബുകൾ കാര്യങ്ങൾ എടുക്കുന്നതിന്. പിന്നെ അഫോർഡബിലിറ്റി കമ്പയർഡ് ടു അതർ നേഷൻസ് UK-യുടെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഓഫ് എഡ്യൂക്കേഷനിലേക്ക് നമുക്ക് എടുക്കുന്നതിൻ്റെ ഒരു ട്യൂഷൻ ഫീസിൻ്റെ എമൗണ്ട് ആക്ച്വലി കമ്പാരിറ്റീവ്ലി ലോവർ ആണ്. സോ ദാറ്റ് ഓൾസോ ഹാസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് വൈ യു ഹാവ് ടു ചൂസ് UK. തേർഡ് തിങ് സ്കോളർഷിപ്സ്. ഇവിടെ നിന്ന് നമുക്ക് കയറി പോകുമ്പോഴത്തേക്കും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനായിട്ട് ഗ്യാരൻറ്റീഡായിട്ട് യൂണിവേഴ്സിറ്റീസ് ഒരു ഏകദേശം ഒരു 95% യൂണിവേഴ്സിറ്റീസും ഗ്യാരൻറ്റീഡായിട്ടുള്ള അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ സ്കോളർഷിപ്സ് കൊടുക്കുന്നതാണ്. ഇറ്റ് ക്യാൻ റേഞ്ച് ഫ്രം £500 ടു ഓൾ ദ വേ ടു 60% 80% ട്യൂഷൻ ഫീസ് വരെ പോകുന്ന രീതിയിലുള്ള സ്കോളർഷിപ്സ് ഉണ്ട്. അത് ഓരോ യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഓരോ ലൊക്കേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ അങ്ങനെ ഒരുപാട് നമുക്ക് ആഡഡ് അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി UK-ന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നായിരിക്കും പിള്ളേർ വന്ന് കയറുന്നത്. ബി ഇറ്റ് ഏഷ്യൻസ്, ബി ഇറ്റ് അമേരിക്കൻസ്, ബി ഇറ്റ് ഇന്ത്യൻസ്, പലതരത്തിൽ നമുക്ക് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉണ്ടാവും. സോ ദാറ്റ് ഈസ് ഓൾസോ ആൻ ആഡഡ് അഡ്വാൻറ്റേജ് ഓഫ് വൈ യു ഹാവ് ടു ചൂസ് ടു സ്റ്റഡി ഇൻ ദി UK. പിന്നെ ഇവിടുന്ന് കയറി പോകുന്ന സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതലുള്ളൊരു കൺസേൺ ആണ്, നമ്മളവിടെ പോയി കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റുമോ, അത് ലീഗലാണോ, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ടൈമിങ്സ് എങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു കൺസേൺ ആണ് കൂടുതലും പിള്ളേർ റേസ് ചെയ്യുന്നത്. അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിലവിൽ പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ഈ 20 hours പെർ വീക്കാണ് വർക്ക് ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി വരുന്നത്. അത് ടേം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു റിലാക്സേഷൻ പീരീഡ് ഉണ്ടാവും. സേ ഫോർ എക്സാമ്പിൾ 1 month 2 months ഡിപ്പെൻഡിങ് അപ്പോൺ ദി യൂണിവേഴ്സിറ്റി. ആ ഒരു സമയത്ത് നമുക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാനും പറ്റും. സോ ദാറ്റ് അതൊരു 20 hours മാത്രം ലിമിറ്റ് ചെയ്തേക്കുന്ന ഒരു കാര്യമല്ല, 40 hours പോകും. ബട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻ നമുക്കൊരു ടേം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫുൾ ടൈം നമ്മൾ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് 40 hours നമുക്ക് മാറ്റി കിട്ടും. സോ ദാറ്റ് ഓൾസോ ഹാസ് ആൻ ആഡഡ് അഡ്വാൻറ്റേജ്. പിന്നെ അതുകൂടാതെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ചോദിക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു IELTS വേവർ ആക്ട് ചെയ്യുന്നത്, IELTS ഇല്ലാതെ എങ്ങനെ UK-ലോട്ട് കയറി പോകാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടിയാണ് സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. അത് നമുക്ക് 4 തരത്തിൽ നമുക്കിത് പറ്റും. ഒന്ന്, 12th ഇംഗ്ലീഷിന് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ലൈക്ക് സേ ഫോർ എക്സാമ്പിൾ യു ഹാവ് 70 or 75% അല്ലെങ്കിൽ 60% അറ്റ്ലീസ്റ്റ് നമുക്ക് 12th മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡിങ് അപ്പോൺ സർട്ടൺ ക്രൈറ്റീരിയാസ്, അതായത് ചിലപ്പോൾ ഇത്ര വർഷത്തിനുള്ളിലായിരിക്കണം 12th ഇത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടാവുന്ന അങ്ങനത്തെ കുറച്ച് ക്രൈറ്റീരിയാസ് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് കയറിപ്പോകാൻ നമുക്ക് IELTS വേവർ കിട്ടാനുള്ള ചാൻസുകളുണ്ട്. രണ്ടാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റേർണൽ ഇംഗ്ലീഷ് ടെസ്റ്റുകൾ യൂണിവേഴ്സിറ്റീസ് നടത്തുന്നുണ്ട്. അതായത് ആ യൂണിവേഴ്സിറ്റിയുടെ ടീം തന്നെ നമ്മളെ വെരിഫൈ ചെയ്യും, നമ്മളുടെ ഇംഗ്ലീഷ് ടെസ്റ്റ് അവർ തന്നെ അനലൈസ് ചെയ്യും. എന്നിട്ട് ആ യൂണിവേഴ്സിറ്റി ആൾക്കാർക്ക് തോന്നുന്നുണ്ട് ഓക്കെ ഈ കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയാം എന്ന് തോന്നുന്നുണ്ടെന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് IELTS വേവ് ഓഫ് ചെയ്ത് കിട്ടും. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ നമ്മൾ റീസെൻറ്റ് ഗ്രാജുവേറ്റ്, റീസെൻറ്റ് പാസ് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, അതായത് നമ്മളുടെ പഠിച്ച കോളേജിൽ നിന്ന് നമ്മളുടെ HOD അല്ലെങ്കിൽ പ്രിൻസിപ്പൽ നമുക്ക് എഴുതി തരും, ദ ബോണഫൈഡ് സ്റ്റുഡൻറ്റ് സോ ആൻഡ് സോ ബെയറിംഗ് ദ രജിസ്ട്രേഷൻ നമ്പർ സോ ആൻഡ് സോ വാസ് നമ്മളുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു, ആൻഡ് ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ പഠിപ്പിച്ച രീതി വാസ് ഇൻ ഇംഗ്ലീഷ് എന്ന് എഴുതി തരുമ്പോഴത്തേക്കും അതിനെയാണ് പറയുന്നത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഈ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ സബ്മിറ്റ് ചെയ്തിട്ടും നമുക്ക് IELTS വേവർ ലഭിക്കാം. ഇനി IELTS പോലെ തന്നെ ലാംഗ്വേജ് ടെസ്റ്റുകൾ വേറെയും ഒരുപാടുണ്ട്. ഡുവലിംഗോ, PTE, TOEFL അങ്ങനത്തെ ഒരുപാട് ലാംഗ്വേജ് ടെസ്റ്റുകളുണ്ട്. ഇതിനകത്തും ഒരുപാട് ലാംഗ്വേജ് ടെസ്റ്റുകൾ UK ആക്സെപ്റ്റ് ചെയ്യും. ഇനി അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും UG പഠിക്കാൻ പോകുന്ന പിള്ളേർ, മെയിൻലി സ്റ്റുഡൻസ് +2 കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ തന്നെയാണ് കൂടുതലും പിള്ളേർ പഠിക്കാൻ നോക്കുന്നത്. പക്ഷേ അല്ല, ചില സ്റ്റുഡൻസ് ഒരു ഫോറിൻ എക്സ്പോഷർ കിട്ടാനായിട്ടും ഒരു എൻട്രി ഗേറ്റ് വേ ടു യൂറോപ്പ് കിട്ടാനായിട്ടുമായിട്ട് UK-ലേക്ക് സ്റ്റഡി അബ്രോഡിന് പോകുന്നുണ്ട്. അതിൻ്റെ മെയിൻ ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു BTech അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സയൻസ് പ്രോഗ്രാമാണ് നമ്മൾ നാട്ടിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ച പിള്ളേരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും, ലൈക്ക് ഒരുപാട് അൺനെസസറി ആയിട്ടുള്ള ടോപ്പിക്സും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കോമ്പാക്റ്റ് ചെയ്ത് ഇറക്കുന്നതാണ് നമ്മളുടെ നാട്ടിലൊരു സിലബസ് എന്ന് പറയുന്നത്. UK-ൽ പക്ഷേ അങ്ങനെ ആയിരിക്കില്ല. എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ സോൾ ഫോക്കസ്ഡ് കോർ ഉൾപ്പെടെ ആയിരിക്കും നമുക്ക് പഠിക്കേണ്ടത്. കാരണം വേറെ ഒന്നും അതിനകത്ത് ആഡഡായി വരുന്നില്ല. അപ്പോൾ ഡ്യൂറേഷൻ അതിനനുസരിച്ച് നമുക്ക് കുറഞ്ഞും കിട്ടും. 3 years ആയിരിക്കും UK-യുടെ മെയിനായിട്ടുള്ള UG കോഴ്സുകളെല്ലാം വരുന്നത്. 4-ലോട്ട് പോകും, പക്ഷേ പ്ലേസ്മെൻറ്റ്സ് നമ്മൾ ആഡ് ഓൺ എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് 4-ലോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ എല്ലാ കോഴ്സുകളും നമുക്ക് 3 years ആയിരിക്കും. ഈവൻ BSc നേഴ്സിംഗ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഡിമാൻഡിലുള്ള കോഴ്സുകളാണ് നമുക്ക് UK-ൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് കോഴ്സ് ഉണ്ട്. നമ്മുടെ നാട്ടിലില്ലാത്തതിൻ്റേതായിട്ടുള്ള ഒരുപാട് കോഴ്സുകളാണെന്നുണ്ടെങ്കിലും UK-ൽ അവൈലബിൾ ആയിരിക്കും. അതാണ് നമ്മളുടെ രണ്ടാമത്തെ ഒരു പോയിന്റ് വരുന്നത്. പിന്നെ as you know
നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതിക്ക് സെയിം ക്രൈറ്റീരിയ ആയിരിക്കുള്ളൂ. 20 hours ആയിരിക്കും നമുക്ക് മാക്സിമം വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിനനുസരിച്ച് നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളായിരിക്കും വരുന്നത്. പിന്നെ UGയും PGയും പഠിക്കുന്നത് പോലെ തന്നെ 2 years നമുക്ക് സ്റ്റേ ബാക്ക് നമുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ വൺസ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നിലവിൽ ഒരുപാട് കമ്പനികളുടെ ഹബ്ബ് UK യിലുണ്ട്. സോ ആ ഹബ്ബ് വെച്ച് നോക്കുമ്പോഴത്തേക്കും അവരെടുക്കുന്നത് ഫ്രഷ് ഗ്രാജുവേറ്റ്സിനെ ആയിരിക്കുള്ളൂ. ഫ്രഷ് ഗ്രാജുവേറ്റ്സിന് എടുക്കുമ്പോഴത്തേക്കും അതിനനുസരിച്ച് പ്ലേസ്മെൻറ്റ്സ് കാര്യങ്ങളും അവൈലബിൾ ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. ഓരോ യൂണിവേഴ്സിറ്റിയിലും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ് സെല്ലുകൾ അവൈലബിൾ ആയിരിക്കും. സോ ആ പ്ലേസ്മെൻറ്റ് സെല്ലിൽ നമ്മൾ എന്തോരം ഇൻവോൾവ് ആണോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ പ്ലേസ്ഡ് ആവുന്നതിൻ്റെ കൂടുതലും ചാൻസസ്. ചില യൂണിവേഴ്സിറ്റികൾ 100% പ്ലേസ്മെൻറ്റ്സ് വരുന്നുണ്ട്, ചില യൂണിവേഴ്സിറ്റി 96, 97, 98 ഡിപ്പെൻഡിങ് അപ്പോൺ ദി യൂണിവേഴ്സിറ്റി ദാറ്റ് വി ആർ സ്റ്റഡിങ് അണ്ടർ. സോ ദാറ്റ് ഈസ് ഓൾസോ ആൻ അഡ്വാൻറ്റേജ്. പിന്നെ ഗ്ലോബൽ റെക്കഗ്നിഷൻ. നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ഗ്ലോബലി വാലിഡ് ആയിരിക്കും, നമ്മൾ കിട്ടുന്ന സർട്ടിഫിക്കേഷൻ ഗ്ലോബലി വാലിഡ് ആയിരിക്കും. അതും നമ്മൾ ഒരു 3 years, ഇപ്പോൾ നമ്മൾ 17 വയസ്സിലാണ് നമ്മൾ കയറി പോകുന്നതെന്നാണെന്നുണ്ടെങ്കിൽ 18, 19, 20 വയസ്സാകുമ്പോഴത്തേക്ക് ഒരു ഗ്ലോബലി വാലിഡ് ആയിട്ടുള്ള ഒരു UG സർട്ടിഫിക്കേഷൻ ഫ്രം ദ UK നമുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഓൾസോ ആഡഡ് അഡ്വാൻറ്റേജ്, നമുക്ക് ഇംഗ്ലീഷിൽ നമുക്ക് ഫ്ലുവൻ്റ് ആയിരിക്കും, നമുക്കൊരു പ്രൊഫഷണൽ ആയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ഒരു എക്സ്പോഷർ നമുക്ക് കിട്ടുന്നുണ്ടാകും. പിന്നെ അതേപോലെ തന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കാൻ ശ്രമിക്കുന്ന പിള്ളേർ, അവർക്ക് 2 തരത്തിലായിരിക്കും മാസ്റ്റേഴ്സ് ഡിഗ്രി വരുന്നത്. ഒന്നല്ലെങ്കിൽ റിസർച്ച് ബേസ്ഡ് പ്രോഗ്രാംസ്, അതിനകത്ത് കൂടുതലും ഇൻഡിപെൻഡൻറ്റ് റിസർച്ച് പേപ്പേഴ്സ് ആയിരിക്കും സബ്മിറ്റ് ചെയ്യുന്നത്. അതേപോലെ ഡിസർട്ടേഷൻ, അങ്ങനത്തെ പ്രോഗ്രാംസ് ആയിരിക്കും അതിനകത്ത് കൂടുതൽ ഇൻക്ലൂഡായിട്ട് കോറായിട്ട് വരുന്നത്. പിന്നെ ടോട്ട് മാസ്റ്റേഴ്സ്, കൂടുതലും സെമിനാർസ്, വർക്ക്ഷോപ്സ്, ലെക്ചേഴ്സൊക്കെ ആയിരിക്കും ടോട്ട് ബേസ്ഡ് മാസ്റ്റേഴ്സിൽ വരുന്നത്. സോ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സ്കോളർഷിപ്പിൻ്റെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. സോ ഞാനത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എങ്ങനത്തെയൊക്കെ സ്കോളർഷിപ്പ് നമുക്ക് കിട്ടാം, എന്താണ് അതിൻ്റെ സ്കോളർഷിപ്പിൻ്റെ കാര്യങ്ങൾ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ് ചെയ്തേക്കുന്ന ഒരു സ്കോളർഷിപ്പ് ഉണ്ട്. അത് കൺഫേംഡ് സ്കോളർഷിപ്പ് ആയിരിക്കും. ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റ് അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൺസിഡർ ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി എന്നാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സ്കോളർഷിപ്പ്, യൂണിവേഴ്സിറ്റി കൺഫേം സ്കോളർഷിപ്പ് കൊടുക്കും. അത് കൂടാതെ എക്സ്റ്റേണലി ഓരോ യൂണിവേഴ്സിറ്റികൾക്കും സ്കോളർഷിപ്പ് ഉണ്ട്. അതായത് ചിലപ്പോൾ ഡീൻ സ്കോളർഷിപ്പ് ആകാം, BC സ്കോളർഷിപ്പ് ആകാം, പലതരത്തിലുള്ള സ്കോളർഷിപ്പുകളും അവൈലബിൾ ആണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ. നമ്മൾ എത്ര നല്ല രീതിയിൽ റിപ്രസെൻറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മൾ സ്കോളർഷിപ്പ് കിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ വരുന്നത്. അത് ഹൈലി കോമ്പറ്റേറ്റീവ് ആയിരിക്കും. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ VC സ്കോളർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ ചിലപ്പോൾ 3 പിള്ളേർക്കും 5 പിള്ളേർക്കൊക്കെ ആയിരിക്കും അവർ കൊടുക്കുന്നത്, ഉദാഹരണത്തിന്. സോ ആ 5 പിള്ളേർ കിട്ടണം, അതിൻ്റെ അകത്ത് നമ്മളാകണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. സോ അങ്ങനെയാണ് ഇൻറ്റേർണൽ സ്കോളർഷിപ്പ് വരുന്നത്. പിന്നെ വരുന്നത് ഗവൺമെൻറ് ബേസ്ഡ് സ്കോളർഷിപ്പുകൾ. അത് ഇച്ചിരിയും കൂടെ കോമ്പറ്റേറ്റീവ് ആയിരിക്കും. ബട്ട് നമ്മളത് അപ്ലൈ ചെയ്യാതെ വിടരുത്, അപ്ലൈ ചെയ്ത് കാര്യങ്ങൾ നോക്കുക. അതാണ് മെയിൻലി 3 തരത്തിലായിരിക്കും സ്കോളർഷിപ്പുകൾ മെയിൻലി വരുന്നത്, കൂടുതലും കണ്ടുപിടിച്ച് വരുന്നത്. പിന്നെ എന്ന് പറയുന്നത് ഇതിൻ്റെ എൻറ്റയർ പ്രോസസ്സാണ്. നമുക്ക് ഫസ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഷോർട്ട് ലിസ്റ്റ് എടുക്കുക. അതായത് ഒരു യൂണിവേഴ്സിറ്റി എന്തൊക്കെയാണ്, ഏതൊക്കെ യൂണിവേഴ്സിറ്റിയോട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, നമ്മുടെ ഡിസൈഡ് കോഴ്സ് എങ്ങനെയായിരുന്നു, അത് ഏത് യൂണിവേഴ്സിറ്റിയിലുണ്ട്, അത് യൂണിവേഴ്സിറ്റി ഫീസ് എത്രയാണ്, അങ്ങനെ കാര്യങ്ങൾ നമ്മൾ നോക്കിയെടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് ഇന്ന യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. വൺസ് നമ്മൾ ആ യൂണിവേഴ്സിറ്റി ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഇടുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. വൺസ് യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മളുടെ പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്തിട്ട് എനിക്ക് ഇന്ന കോഴ്സിനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്, അപ്പോൾ എനിക്ക് ഈ കോഴ്സിലോട്ടൊരു സീറ്റ് തരാമോ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ വിട്ട് കഴിയുമ്പോഴത്തേക്ക് ആ യൂണിവേഴ്സിറ്റി നമ്മളുടെ പ്രൊഫൈൽ അനലൈസ് ചെയ്യും. ഓക്കെ, ഈ സ്റ്റുഡൻറ്റ് ആക്ച്വലി കുഴപ്പമില്ല, നല്ല മാർക്കുണ്ട്, ഇവന് നമുക്കൊരു സീറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞ് സീറ്റിൻ്റെ ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ അവരൊരു ഓഫർ തരുന്നതിനെയാണ് ഓഫർ ലെറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി കണ്ടീഷണൽ അല്ലെങ്കിൽ അൺകണ്ടീഷണലി. കണ്ടീഷണൽ എന്ന് പറയുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് പെൻഡിങ് ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു IELTS ക്രൈറ്റീരിയാസ് വരാം, അല്ലെങ്കിൽ ഇനീഷ്യൽ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഓഫർ ലെറ്റർ കൺസിഡർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാകാം. പലതരത്തിലുള്ള കണ്ടീഷൻസ് ഉണ്ടാകാൻ പറ്റും. ഇതൊന്നും ഇല്ലാതെ എല്ലാ ഡോക്യുമെൻറ്റ്സും പക്കയായിട്ട് IELTS ഉൾപ്പെടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കറക്റ്റായിട്ട് കൊടുക്കുന്നതിനെയാണ് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ റിലീസ് എന്ന് പറയുന്നത്. ആ യൂണിവേഴ്സിറ്റി നമുക്ക് ഓക്കെ കണ്ടീഷൻസ് ഒന്നുമില്ല, ഈ കുട്ടിയെ നമുക്ക് സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നു, അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ തരുന്നു. ഇതാണ് നമുക്ക് 2 തരത്തിലുള്ള ഓഫർ ലെറ്റർ വരുന്നത്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫീസ്. അതായത് ചില യൂണിവേഴ്സിറ്റി ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടായിരിക്കും ഇനീഷ്യൽ ഡെപ്പോസിറ്റ് വരുന്നത്, ചില യൂണിവേഴ്സിറ്റി ഇനീഷ്യൽ ഡെപ്പോസിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും ഇൻ്റർവ്യൂ വരുന്നത്, ചില യൂണിവേഴ്സിറ്റി ഇൻ്റർവ്യൂവേ ഉണ്ടാവില്ല. സോ അതിനനുസരിച്ച് നമ്മൾ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അതിനനുസരിച്ച് ഫീസിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനായിട്ട്. ഈ ഫീസ് എന്ന് പറയുമ്പോഴത്തേക്കും ട്യൂഷൻ ഫീസ് എല്ലാം കൂടെ നമുക്ക് ഒറ്റയടിക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനീഷ്യലി ആ പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി നമ്മൾ ചൂസ് ചെയ്യുന്ന ആ പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി എത്ര പൗണ്ടാണ് ഇനീഷ്യലി ചോദിക്കുന്നത്, ആ ഒരു എമൗണ്ട് മാത്രം നമുക്ക് സബ്മിറ്റ് ചെയ്താൽ മതി.
ആ സബ്മിറ്റ് ചെയ്ത് നമ്മൾ സീറ്റ് കൺഫേം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തു, നമ്മളുടെ ഫൈനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെച്ച് കഴിഞ്ഞതിന് ശേഷം യൂണിവേഴ്സിറ്റി നമുക്ക് റിലീസ് ചെയ്ത് തരുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ക്യാസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, കൺഫർമേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഓഫ് സ്റ്റഡീസ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയാലേ നമുക്ക് വിസക്ക് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം യു കെയിലൊരു യൂണിവേഴ്സിറ്റി എൻ്റെ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിസ ഓഫീസിലോട്ട് എംബസിയിലോട്ട് നമ്മൾ കൊടുക്കുന്നത്. വൺസ് വിസയിലോട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം അറൗണ്ട് 20 ഡേയ്സ്, പ്രയോറിറ്റി വിസ ആണെന്നുണ്ടെങ്കിൽ 5 to 6 ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വിസ നമ്മുടെ കയ്യിൽ കിട്ടും. വിസ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പാണ് എൻറോൾമെൻറ്റ്. നമ്മൾ ആ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ എൻറോളായി നമ്മളൊരു സ്റ്റുഡൻ്റായി കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ തീരുന്നത്. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, എന്തൊക്കെ ഫീസാണ് നമ്മൾ കരുതുന്നത് എന്നുള്ളത്. അതിനകത്തെന്ന് വെച്ചാൽ ഞാൻ സിംപ്ലിഫൈഡ് ആയിട്ട് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ 3 തരത്തിലായിരിക്കും നമുക്ക് പേയ്മെൻറ്റ് പോകുന്നത്. ഒന്ന്, ട്യൂഷൻ ഫീസ്. നമ്മൾ പഠിക്കാനായിട്ട് നമ്മൾ ഇനീഷ്യലി നമ്മൾ എത്ര കൊടുക്കുന്നു, അതുകൂടെ നമ്മുടെ ട്യൂഷൻ ഫീസ് എത്ര നമ്മൾ കാണുന്നു, നമ്മുടെ യൂണിവേഴ്സിറ്റി എന്താണോ, നമുക്ക് യൂണിവേഴ്സിറ്റി എത്ര ഫീസ് വരുന്നു, ഈ കാര്യങ്ങൾ നമ്മൾക്ക് വ്യക്തമായിരിക്കണം. രണ്ടാമത്തത് ലിവിങ് എക്സ്പെൻസ്. ഇന്നർ ലണ്ടൻ ആണെന്നുണ്ടെങ്കിൽ ഇൻ ആൻഡ് അറൗണ്ട് 12 to 12.5 ലാക്സ് നമ്മൾ കാണിച്ചിരിക്കണം. ഔട്ടർ ലണ്ടൻ ആണെന്നുണ്ടെങ്കിൽ 9 to 9.5 ലാക്സ്, ഒരു 10 ലാക്സ് കാണിച്ചു നമ്മൾ കറൻസി ഫ്ലക്ച്വേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും. സോ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ലിവിങ് എക്സ്പെൻസ് കാണിക്കേണ്ടി വരുന്നത്. ഇത് രണ്ടുമാണ് നമുക്ക് മെയിൻലി വിസ പ്രോസസ്സിങ്ങിന് കാണിക്കേണ്ടത്. നമുക്ക് വിസക്ക് വെക്കണ സമയത്ത് വിസ, ഇൻഷുറൻസ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, ഇത് 3ഉം കൂടെ ഒരു എസ്റ്റിമേറ്റഡ് എമൗണ്ട് വരുമ്പോഴത്തേക്ക് ഒരു 2 ലാക്സിൻ്റെ അടുത്ത് നമുക്കൊരു എസ്റ്റിമേറ്റഡ് എമൗണ്ട് വെക്കാം. വിസക്ക് വരുമ്പോഴത്തേക്കും ഞാൻ അറൗണ്ട് 50,000 ഒരു എസ്റ്റിമേറ്റഡ് വരാം. ഇൻഷുറൻസിന് വരുമ്പോഴത്തേക്ക് ഒരു 1 ലാക്ക് 1.10 ലാക്കിലോട്ട് പോകാം. സോ ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മൾ എന്തോരം നേരത്തെ എടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ റേറ്റ് കുറഞ്ഞ് കിട്ടുന്നത്. സോ ഈ 3 മെയിനായിട്ട് നമുക്ക് എത്ര രൂപ വരും അല്ലെങ്കിൽ എത്രയാണ് നമ്മുടെ എക്സ്പെൻസ്, നമുക്ക് എത്ര രൂപയാണ് വരുന്നത് എന്നുള്ളതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് ഈ 3 വേറെ എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിലോ പറയണമെന്നുണ്ടെങ്കിലും ആർക്കും കൊടുക്കുകയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ സോ ഇതാണൊരു ബേസിക് ഫ്രെയിം വർക്ക്, ഒരു സ്കെലറ്റൽ ഫ്രെയിം വർക്ക് എന്ന് പറയാം. യു കെയിലേക്ക് ഒരു സ്റ്റുഡൻറ്റ്, ഒരു അസ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങളാണ്. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങളും അകത്തോട്ട് പോകുന്നുണ്ട്. ഏത് കോഴ്സാണ്, കോഴ്സിൻ്റെ മോഡ്യൂൾസ് എന്താണ്, നമ്മളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എത്ര കാണിക്കണം, ഫൈനാൻസ് എത്ര ഡീൽ ചെയ്യണം, നമ്മൾക്ക് ഇൻ്റർവ്യൂ എങ്ങനെ പോകുന്നു, ഇൻ്റർവ്യൂ എന്തൊക്കെ പറയണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡീപ്പായിട്ട് ഇനിയും കിടക്കുന്നുണ്ട്. പക്ഷേ ഇതാണ് ഒരു ബേസിക് ഫ്രെയിം വർക്ക്, ഒരു ബേസിക് സ്കെലറ്റൽ സ്ട്രക്ചറാണ് ഞാനിപ്പോൾ പറഞ്ഞേക്കുന്നത്. സോ ഇതൊക്കെയാണ് ആക്ച്വലി ഒരു സ്റ്റുഡൻറ്റ് അറിഞ്ഞിരിക്കുന്ന ബേസിക് കാര്യങ്ങൾ. ഒരു യു കെയിലോട്ട് പോകാനായിട്ട് നോക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് അറിഞ്ഞിരിക്കുന്ന ഒരു സ്കെലറ്റൽ സ്ട്രക്ചർ ഇതാണ്. ഇതിനകത്താണ്. ഇതുകൂടാതെ ഒരുപാട് ഇൻ ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ പോകുന്നുണ്ട്. ഒരു യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുന്നതും അതിൻ്റെ കോഴ്സ് തിരഞ്ഞെടുക്കുന്നതും അതിൻ്റെ മോഡ്യൂൾസ് നോക്കുന്നതും അതിൻ്റെ ലൊക്കാലിറ്റി നോക്കുന്നതും, അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പുറകെ വരുന്നുണ്ട്. അത് നമ്മളൊരു ഓരോരോ സെക്ഷൻസ് ആയിട്ട് നമ്മൾ ഇനിയും ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അതുകൂടാതെ നമ്മളുടെ ഓരോരോ പുതിയ വീഡിയോസ് കിട്ടാനായിട്ടും നമ്മൾ ജസ്റ്റ് ആ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം.